Hi guys, welcome back to my channel. പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സ് ഇപ്സ്വിച്ച് ടൗൺ മത്സരം 3-2 എന്ന ഗോൾ സ്കോറിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയം കരസ്ഥമാക്കിയത്. യുണൈറ്റഡിന് വേണ്ടി ഹാരി മഗ്വയർ, മാറ്റിസ് ഡിലൈറ്റ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 33 പോയിന്റുമായിട്ട് 14-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡും 17 പോയിന്റുമായിട്ട് 18-ാം സ്ഥാനത്താണ് ഇപ്സ്വിച്ച് ടൗണും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മത്സരം വിജയിച്ചു എന്നിലുപരി വേറെ യാതൊരുവിധ ഇമ്പാക്റ്റും ഇതുവരെ കണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഒരു ഗെയിം പ്ലേ തന്നെയായിരുന്നു. വേറെ ഒരു തരത്തിലും ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിഫെൻസീവ്ലി കുറച്ച് സ്ട്രോങ് ആയിരുന്നു ഡിലൈറ്റ് ആയാലും അതുപോലെ മഗ്വയർ ആയാലും. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും റീസെൻ്റ്ലി കമ്പയർ ചെയ്യുന്ന ഒരുപാട് മാച്ചും ഈ ഒരു മാച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പുള്ളിക്കാരനെ സാധിച്ചു. മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് ഉഗാർട്ടെ ഈ ഒരു മത്സരം പ്ലേ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മത്സരം വിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഇനിയിപ്പോൾ ബ്രൂണോയുടെ ആ ഒരു പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിഡ്ഫീൽഡിലേക്ക് ഉഗാർട്ടയായിട്ട് കളിക്കുന്ന സമയത്ത് അറ്റാക്കിങ്ങിലും ഡിഫെൻസീവിലും ഒരുപോലെ ഫോക്കസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. കാരണം അങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടെയും വലിയ രീതിയിൽ സക്സസ് ആകാൻ പറ്റുന്നില്ല. അതായത് അവിടെ മീൻസ് അറ്റാക്കിങ്ങിലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, ഡിഫെൻസീവിലും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഈ ഒരു പൊസിഷനിൽ കളിക്കുന്ന സമയത്ത് ബ്രൂണോയുടെ ഭാഗത്തുനിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. പുള്ളിക്കാരൻ ആ ഒരു ഫ്രീ റോളിൽ വിട്ട് കഴിഞ്ഞാൽ മാത്രമേ ബ്രൂണോയുടെ ആ ഒരു പ്രൈം ഫോമിൽ കളിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നാണ് ഗൈസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഡയലോട്ടിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആസ് യൂഷ്വൽ ഈ ഒരു മാച്ച് ഇതുവരെ ഉള്ളതിനേക്കാൾ കുറച്ചൊരു ഫാർ ബെറ്റർ ആയിട്ട് തോന്നി. ഡൊർഗുവിൻ്റെ ആ ഒരു റെഡ് കാർഡിന് ശേഷം റെഡ് കാർഡ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു റെഡ് കാർഡ് ഡയറക്റ്റ്ലി കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്ര ഭയാനകരമായ ഒരു ടാക്ലിംഗ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഡയറക്റ്റ് റെഡ് കാർഡ് കൊടുത്തു. ഡൊർഗു പോയതിന് ശേഷം ഞാൻ വിചാരിച്ചു കളി കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് ഗൈസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡിലൈറ്റ് മഗ്വയർ ഈ രണ്ട് കോംബോ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഫ്രണ്ട് ത്രീയിലേക്ക് വരുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാ മാച്ചിലും യുണൈറ്റഡിൻ്റെ മാച്ച് കഴിയുന്ന സമയത്ത് പറയുന്ന പോലെ ഹോയ്ലാൻഡ് സിറക്സെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം യൂസ് ചെയ്യുന്ന വെറും വേസ്റ്റ് പ്ലേയേഴ്സ് എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു അക്കാഡമി പ്ലേയേഴ്സിനെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിനേക്കാൾ കുറച്ചൊരു റിസൾട്ട് തരാൻ സാധിക്കുമായിരിക്കാം. ഇത്രയൊക്കെ മാച്ച് കളിച്ചിട്ടും ഒരു തരത്തിലും എന്താ പറയുക ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 മാച്ച് കളിച്ചിട്ട് ഒരു മാച്ച് ഫോം ഔട്ടാവുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എല്ലാ മാച്ചിലും സെയിം പാറ്റേൺ തന്നെയാണ് ഈ രണ്ട് താരങ്ങളും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറില്ല എന്ന ഒരു ചിന്ത തന്നെയാണ് ഈ രണ്ട് താരങ്ങൾക്കും. എനിക്ക് എൻ്റെ ഗെയിം പ്ലേയിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അമോറിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷൻ ഇല്ല. ഈ രണ്ട് താരങ്ങളെയും വെച്ചിട്ട് ഓട്ടിക്കുക എന്നല്ലാതെ ഈ ഒരു സീസണിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. എങ്ങനെയെങ്കിലും ഒരു ടോപ്പ് 10 ഫിനിഷ് ചെയ്യാൻ നോക്കുക. ഈ ഒരു മത്സരം വിജയിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. 15-ന്ന് 14 വരാൻ വേണ്ടി സാധിച്ചു. ഇനി ഗർണാച്ചോയിലേക്ക് വരുന്ന സമയത്തും ഗർണാച്ചോ ഈ ബ്രൂണോനെ പറയുന്ന പോലെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന അവസ്ഥയാണ്. അറ്റാക്കിങ്ങിലും അതുപോലെ ഡിഫെൻസീവിലും രണ്ട് പൊസിഷനിലും ഒരുപോലെ പെർഫോം ചെയ്യേണ്ട ഒരു വലിയൊരു ഡ്യൂട്ടിയാണ് അമോറിം കൊടുത്തിട്ടുള്ളത്. ഗർണാച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒരു വിങ്ങറാണ്, അതുപോലെ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റിയൊരു പ്ലെയറല്ല. പക്ഷേ ഒരു ഡിഫെൻസീവിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലെയറല്ല. അറ്റാക്കിങ്ങിൽ എന്ത് റോള് കൊടുത്തില്ലാലും പുള്ളിക്കാരൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ്. പക്ഷേ അമോറിം വന്നതിന് ശേഷം ഒരു ഡിഫെൻസീവിൽ വലിയ രീതിയിലുള്ള ഒരു റോളും പുള്ളിക്കാരന് കൊടുത്തതിന് ശേഷം ആ ഒരു അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് പഴയ ആ ഒരു ഫോമിലേക്ക് വരാൻ പുള്ളി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു മത്സരത്തിൽ ഗർണാച്ചോയുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള പ്രഷറാണ് അമോറിം കൊടുത്തിട്ടുള്ളത്. വെറുതെ അല്ല പ്ലേയേഴ്സ്
എനിക്ക് തോന്നുന്നു അമോറിമിൻ്റെ സിസ്റ്റമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും എന്നുള്ള കാര്യം ഷുവറായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഓവർ പ്രഷറാണ് 3 at the back ആയിട്ട് കളിക്കുന്ന സമയത്ത്. ഡിഫൻസ് എല്ലാ പ്ലേയേഴ്സിനും ഓവറായിട്ടുള്ള ഒരു പ്രഷർ അമോറിമിൻ്റെ ഈ സിസ്റ്റത്തിൽ കാണാൻ വേണ്ടി സാധിക്കുകയാണ്. ഇതെന്തായാലും അമോറിം ഈ സിസ്റ്റം മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് കളിച്ചിനി സെറ്റാവോ ഇല്ല എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഗൈസ്. ഇത്രയൊക്കെയാണ് ഈ ഒരു മാച്ചിൽ പറയാൻ വേണ്ടി ഉള്ളത്. ഈ ഒരു മാച്ച് ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.